സൺഡേ സ്കൂൾ അഡൽട്ട് ഗ്രേഡ് ബൈബിൾ ക്വിസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും. പാഠം 1. ന്യായം, നീതി പഞ്ചഗ്രന്ഥങ്ങളിൽ. ഒന്നാമത്തെ ചോദ്യം. ശബ്ദതാരാവലിയിൽ ന്യായം എന്ന മലയാള പദത്തിന് നൽകിയിരിക്കുന്ന അർത്ഥം എന്ത്? ഉത്തരം സയുക്തികമായ അഭിപ്രായം, മര്യാദ, നല്ല നടപ്പ്. രണ്ടാമത്തെ ചോദ്യം. സയുക്തികം എന്നതിന് പറഞ്ഞിരിക്കുന്ന അർത്ഥം. ഉത്തരം യുക്തിയോട് കൂടിയത് എന്നും യുക്തിക്ക് യോജ്യമായത് എന്നും. മൂന്നാമത്തെ ചോദ്യം. നീതി എന്ന വാക്കിന് പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്ത്? ഉത്തരം മര്യാദ, നല്ല നടപ്പ്. നാലാമത്തെ ചോദ്യം. പൊതുവെ സമാന അർത്ഥത്തിൽ ഉപയോഗിച്ച് കാണുന്ന 2 പദങ്ങളാണ്. ഉത്തരം ന്യായം, നീതി. അഞ്ചാമത്തെ ചോദ്യം. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ നീതി എന്ന വാക്കിന്റെ അർത്ഥം രൂപപ്പെട്ടിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെടുത്തിയാണ്? ഉത്തരം പൊതുജീവിതത്തിലെ പെരുമാറ്റങ്ങളുമായി. ആറാമത്തെ ചോദ്യം. പഴയ നിയമത്തിൽ നീതിയെ കുറിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന 4 എബ്രായ പദങ്ങൾ ഏവ? ഉത്തരം മിഷ്പാട്ട്, സദഖെ, ഹുക്ക, മിറ്റ്സ്വ. ഏഴാമത്തെ ചോദ്യം. മിഷ്പാട്ട് ഏകവചനമായും ബഹുവചനമായും എത്ര പ്രാവശ്യം പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം 427. എട്ടാമത്തെ ചോദ്യം. മിഷ്പാട്ട് എന്ന പദം ഉരുത്തിരിഞ്ഞ മൂലപദം. ഉത്തരം ഷാഫട്ട്. ഒൻപതാമത്തെ ചോദ്യം. ഷാഫട്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്തൊക്കെയാണ്? ഉത്തരം നീതി നിർവഹണം നടത്തുക, വിസ്താരം നടത്തി വിധി പ്രസ്താവിക്കുക, നീതി പുനഃസ്ഥാപിക്കുക, രക്ഷിക്കുക, ഭരിക്കുക. പത്താമത്തെ ചോദ്യം. ഷാഫട്ട് എന്ന വാക്കിന്റെ ക്രിയാരൂപമായ വാക്ക്. ഉത്തരം മിഷ്പാട്ട്. 11ാമത്തെ ചോദ്യം. ഷാഫട്ട് എന്ന വാക്കിന്റെ ക്രിയാരൂപമാണ് മിഷ്പാട്ട് എന്ന് അഭിപ്രായപ്പെട്ട പഴയ നിയമ ചിന്തകൻ. ഉത്തരം ഡേവിഡ് നോയൽ ഫ്രീഡ്മാൻ. 12ാമത്തെ ചോദ്യം. ഇംഗ്ലീഷ് ഭാഷയിൽ മിഷ്പാട്ട് എന്ന പദത്തെ വിവർത്തനം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ജസ്റ്റിസ്, ജഡ്ജ്മെന്റ്, ഓർഡിനൻസ്. 13ാമത്തെ ചോദ്യം. എന്തുമായി ബന്ധപ്പെട്ടാണ് മിഷ്പാട്ട് എന്ന ക്രിയയുടെ അർത്ഥം നിർവചിച്ചിരിക്കുന്നത്? ഉത്തരം ന്യായാധിപന്റെ പ്രവൃത്തിയുമായി. 14ാമത്തെ ചോദ്യം. ദൈവത്തെ ന്യായാധിപനായി വർണ്ണിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ ദൈവത്തിന്റെ ന്യായവിധിയെ കുറിക്കുന്നതിന് മിഷ്പാട്ട് എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന എഴുത്തുകാരൻ ആരാണ്? ഉത്തരം E.C. ജോൺ. 15ാമത്തെ ചോദ്യം. സദഖെ എന്ന എബ്രായ പദം പൊതുവെ ഉപയോഗിച്ച് കാണുന്നത് ഏത് അർത്ഥത്തിലാണ്? ഉത്തരം നീതി. 16ാമത്തെ ചോദ്യം. സദഖെ എന്ന പദം എത്ര പ്രാവശ്യം പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം 119. 17ാമത്തെ ചോദ്യം. സദഖ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദമായ സദാഖ എന്ന പദം എത്ര പ്രാവശ്യം പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം 157. 18ാമത്തെ ചോദ്യം. നീതിപൂർവമായ പ്രവർത്തനം എന്ന അർത്ഥത്തിൽ വ്യക്തിനാമങ്ങളോട് ചേർന്നും ഉപയോഗിക്കുന്ന വാക്ക്. ഉത്തരം സദഖെ. 19ാമത്തെ ചോദ്യം. നേരിലും സത്യത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹ സ്ഥിതിയാണ് സദഖ എന്ന വാക്കിലൂടെ വിഭാവനം ചെയ്യുന്നതെന്ന് അഭിപ്രായപ്പെട്ട ചിന്തകൻ ആരാണ്? ഉത്തരം ക്ലൗസ് കൊക്ക്. 20ാമത്തെ ചോദ്യം. ഹുക്ക എന്ന പദം വിവർത്തനം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം നിയമങ്ങൾ അഥവാ ചട്ടങ്ങൾ. 21ാമത്തെ ചോദ്യം. പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലുമായി എത്ര പ്രാവശ്യം ഹുക്ക എന്ന പദം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു? ഉത്തരം 211. 22ാമത്തെ ചോദ്യം.
ഹുക്ക എന്ന പദം ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ഉത്തരം സ്റ്റാറ്റ്യൂട്ട്സ്. 23-ാമത്തെ ചോദ്യം. ഹുക്ക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം അധികാരസ്ഥാനം വഹിക്കുന്നവരായ രാജാക്കന്മാരോ ന്യായാധിപന്മാരോ കൽപ്പന നൽകി രേഖയിലാക്കുന്ന നിയമങ്ങളെയാണ്. 24-ാമത്തെ ചോദ്യം. ഹുക്ക എന്ന പദത്തിലൂടെ ലഭ്യമാകുന്ന സന്ദേശം എന്ത്? ഉത്തരം നിയമങ്ങൾ അനുസരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയിൽ പ്രധാനമാണ്. 25-ാമത്തെ ചോദ്യം. മിത്സ്വ എന്ന പദത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം ഭരണാധികാരികളുടെ ആജ്ഞകളിലൂടെയുള്ള ന്യായപാലനം. 26-ാമത്തെ ചോദ്യം. ആജ്ഞയിലൂടെ നീതിന്യായ നിർവഹണം നടത്തുന്നതിനെ കുറിക്കുന്നതിനാണ് മിത്സ്വ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിന് ചില ഉദാഹരണങ്ങൾ ഏവ? ഉത്തരം ദൈവാലയത്തിലെ ശുശ്രൂഷയെ സംബന്ധിച്ച് ദാവീദും ശലോമോനും പുറപ്പെടുവിച്ച കൽപ്പനകൾ, ലേവ്യരെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ, മോശയുടെ കൽപ്പന, ഫറവോൻ തന്റെ ഉദ്യോഗസ്ഥർക്ക് നൽകിയ കൽപ്പന. 27-ാമത്തെ ചോദ്യം. മോശ മുഖാന്തരം ദൈവം ഇസ്രായേൽ ജനത്തിന്റെ ന്യായപാലനത്തിന് നൽകിയ കൽപ്പനകളുടെ സംജ്ഞയെയും വെളിപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? ഉത്തരം മിത്സ്വ. 28-ാമത്തെ ചോദ്യം. നീതിന്യായ ദർശനത്തിൽ പുതിയ ചിന്തകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ഭാഗം? ഉത്തരം ലേവ്യ പുസ്തകം 25-ാം അധ്യായം. 29-ാമത്തെ ചോദ്യം. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ കൽപ്പനകൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ശബത്ത് അഥവാ വിശ്രമം മനുഷ്യനും ഇതര ജീവജാലങ്ങൾക്കും മാത്രമല്ല മണ്ണിനും അത് ബാധകമാണ് എന്ന തത്വം വെളിപ്പെടുത്തുന്ന ഉത്തരവോടെയാണ്. 30-ാമത്തെ ചോദ്യം. എല്ലാ 7-ാം വർഷവും ഭൂമി കർത്താവിന് ആചരിക്കേണ്ടത് എന്ത്? ഉത്തരം ശബത്ത്. 31-ാമത്തെ ചോദ്യം. ഏത് സമയത്ത് ഭൂമിയിൽ വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്യരുത്? ഉത്തരം ശബത്ത് ആചരിക്കുന്ന വർഷം. 32-ാമത്തെ ചോദ്യം. ഭൂമിയുടെ വിശ്രമ വർഷം ആചരിക്കുന്നതിലൂടെ ആരും അരക്ഷിതാവസ്ഥയിലാകയില്ല എന്ന ഉറപ്പാണ് ദൈവം നൽകുന്നതെന്ന് അഭിപ്രായപ്പെട്ട പഴയ നിയമ ചിന്തകൻ? ഉത്തരം എസ്. ബാലന്റൈൻ. 33-ാമത്തെ ചോദ്യം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ കാണുന്ന ന്യായദർശനം എന്താണ്? ഉത്തരം വിശ്രമം എല്ലാ സൃഷ്ടികൾക്കുമുള്ള അവകാശമാണെന്നും എന്നാൽ പരസ്പര ബന്ധിതമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഒരു സൃഷ്ടിയുടെ അവകാശം മറ്റൊന്നിന് വിനാശകരമാകാതെ സംരക്ഷിക്കപ്പെടണം. 34-ാമത്തെ ചോദ്യം. 7 ശബത്ത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന 50-ാം വർഷത്തെ വിളിക്കുന്ന പേരെന്ത്? ഉത്തരം യോബേൽ സംവത്സരം അഥവാ ജൂബിലി വർഷം. 35-ാമത്തെ ചോദ്യം. ശുദ്ധീകരണ ദിനത്തിൽ കാഹളം ഊതിക്കൊണ്ട് ദേശത്തുടനീളം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ദിവസം? ഉത്തരം ജൂബിലി വർഷം 7-ാം മാസം 10-ാം തീയതി. 36-ാമത്തെ ചോദ്യം. ഭൂമി വീണ്ടെടുക്കലിനുള്ള വില കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ഭൂമി വിട്ടു നൽകിയ സമയത്തിനും അടുത്ത ജൂബിലി വർഷത്തിനും ഇടയിലുള്ള വർഷങ്ങളുടെ എണ്ണം അനുസരിച്ചാണ്. 37-ാമത്തെ ചോദ്യം. എബ്രായ കാനോൻ അനുസരിച്ച് പഴയ നിയമത്തെ 3ആയി വിഭജിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ന്യായപ്രമാണം, പ്രവചന പുസ്തകങ്ങൾ, ലിഖിതങ്ങൾ. 38-ാമത്തെ ചോദ്യം. പഞ്ചഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ്? ഉത്തരം മോശെ. 39-ാമത്തെ ചോദ്യം. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ 11 അധ്യായങ്ങൾ ദൈവം നടത്തിയ രക്ഷാചരിത്രത്തിനുള്ള ആമുഖമായി കാണാം എന്ന് അഭിപ്രായപ്പെട്ട പഴയ നിയമ പണ്ഡിതൻ? ഉത്തരം പ്രകാശ് കെ ജോർജ്. 40-ാമത്തെ ചോദ്യം.
ഉൽപ്പത്തി പുസ്തകം മുന്നിലേക്ക് വയ്ക്കുന്ന നീതിചിന്ത എന്താണ്? ഉത്തരം സൃഷ്ടിയുടെ ക്രമമാണ് ദൈവഹിതം. 41 ചോദ്യം. പഴയ നിയമത്തിലെ സുപ്രധാന രക്ഷാസംഭവം വിവരിക്കുന്ന പുസ്തകം. ഉത്തരം പുറപ്പാട്. 42 ചോദ്യം. പുറപ്പാട് പുസ്തകത്തിലെ പ്രധാന പ്രമേയം എന്താണ്? ഉത്തരം മിസ്രയീമിൽ എബ്രായ ജനത അടിമകളാക്കപ്പെടുന്നതും ദൈവം അവരെ മോചിപ്പിച്ച് മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുന്നതുമാണ്. 43 ചോദ്യം. പുറപ്പാട് പുസ്തകത്തിലെ പ്രധാന ഉള്ളടക്കം എന്താണ്? ഉത്തരം സീനായി ഉടമ്പടി, 10 കൽപ്പനകൾ, നിയമപുസ്തകം, സമാഗമന കൂടാരം, യഹോവയുടെ പെട്ടകം തുടങ്ങിയവ. 44 ചോദ്യം. സീനായി ഉടമ്പടിയും അതിൽ ഉൾക്കൊള്ളുന്ന 10 കൽപ്പനകളും സാർവത്രികമായി അംഗീകരിക്കപ്പെടുന്ന മനുഷ്യാവകാശ നിയമങ്ങൾക്ക് ആധാരമായ ധാർമ്മിക മൂല്യങ്ങളായി തീർന്നുവെന്ന് രേഖപ്പെടുത്തിയ പഴയ നിയമ പണ്ഡിതൻ. ഉത്തരം പ്രകാശ് കെ ജോർജ്. 45 ചോദ്യം. പുറപ്പാട് പുസ്തകത്തിലെ നീതിചിന്ത എന്താണ്? ഉത്തരം മർദ്ദിതരും ചൂഷിതരുമായ ജനത അതിൽ നിന്നും വീണ്ടെടുക്കപ്പെടുകയും സ്വതന്ത്രരാവുകയും ചെയ്യുന്നതിലൂടെ അവർ അനുഭവിക്കുന്ന സമത്വവും മനുഷ്യാന്തസ്സുമാണ്. 46 ചോദ്യം. ലേവ്യ പുസ്തകത്തിലെ പ്രധാന പ്രമേയം എന്ത്? ഉത്തരം ഇസ്രായേൽ ജനം സീനായി മലയിൽ വച്ച് ദൈവവുമായി നടത്തുന്ന അഭിമുഖീകരണമാണ്. 47 ചോദ്യം. ലേവ്യ പുസ്തകത്തിലെ പ്രധാന വിഷയങ്ങൾ എന്തൊക്കെ? ഉത്തരം ദൈവത്തോടൊത്ത് ജനം സഞ്ചരിക്കുമ്പോൾ പാലിക്കേണ്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശുദ്ധിയും ധാർമ്മികതയും, ഇസ്രായേൽ ജനം ആചരിക്കേണ്ട ഉത്സവങ്ങളും അവയുടെ നൈതിക ദർശനങ്ങളും. 48 ചോദ്യം. ലേവ്യ പുസ്തകം നൽകുന്ന സന്ദേശം എന്ത്? ഉത്തരം എല്ലാവർക്കും നീതിയും സമാധാനവും ലഭ്യമാകണം എന്ന സന്ദേശമാണ് ഈ പുസ്തകം നൽകുന്നത്. 49 ചോദ്യം. പുറപ്പാട് പുസ്തകത്തിന്റെ ഇതിവൃത്തത്തോട് ചേർന്ന് നിൽക്കുന്ന പുസ്തകം. ഉത്തരം സംഖ്യാപുസ്തകം. 50 ചോദ്യം. സംഖ്യാപുസ്തകത്തിന്റെ പ്രധാന ഉള്ളടക്കമെന്ത്? ഉത്തരം ഇസ്രായേൽ ജനം സീനായി മലയിൽ നിന്നും പുറപ്പെട്ട് മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്ത് യോർദാൻ അക്കരെയുള്ള മോവാബ് ദേശത്ത് എത്തുന്നതുവരെയുള്ള ഏകദേശം 40 വർഷത്തെ യാത്രാ വിവരണമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന ഉള്ളടക്കം. 51 ചോദ്യം. സംഖ്യാപുസ്തകത്തിന് ആ പേര് ലഭിക്കാനുള്ള കാരണം? ഉത്തരം യാത്രയുടെ ആരംഭത്തിലും അവസാനത്തിലും ജനസംഖ്യാ നിർണയം നടത്തുന്നുണ്ട്. 52 ചോദ്യം. പുറപ്പാട് പുസ്തകം നൽകുന്ന സന്ദേശം എന്ത്? ഉത്തരം രക്ഷാചരിത്രത്തിന്റെ വിവരണമാണ് പുറപ്പാട് പുസ്തകം നൽകുന്നത്. ദൈവം രക്ഷകനും വിശ്വസ്തനും പരിപാലകനും സംരക്ഷകനുമാണ് എന്ന സന്ദേശമാണ് ഈ പുസ്തകം നൽകുന്നത്. 53 ചോദ്യം. പരിപാലനത്തോടൊപ്പം തന്നെ എന്തും നൽകിയും കൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ ദൈവം വീണ്ടെടുത്തത്? ഉത്തരം ശിക്ഷകൾ. 54 ചോദ്യം. പഴയ നിയമ ദൈവശാസ്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ദൈവശാസ്ത്രജ്ഞർ കാണുന്ന പുസ്തകം. ഉത്തരം ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകത്തെ രണ്ടാം ന്യായപ്രമാണം എന്നും വിളിക്കാനുള്ള കാരണമെന്ത്? ഉത്തരം ഇസ്രായേൽ ജനത കനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിനു മുൻപായി മോവാബിൽ വച്ച് മോശ ജനത്തിന് നൽകുന്ന 3 ദീർഘമായ പ്രഭാഷണങ്ങളാണ് ഇതിലെ പരാമർശം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തെ രണ്ടാം ന്യായപ്രമാണം എന്നും വിളിക്കുന്നു. ഇതേ കാരണത്താൽ സെപ്റ്റുജന്റിൽ ഈ പുസ്തകത്തിന് ഡ്യൂട്ടറോണോമി എന്ന തലക്കെട്ട് നൽകിയിരിക്കുന്നു. 56 ചോദ്യം. എബ്രായ വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന പേരെന്ത്? ഉത്തരം വചനങ്ങൾ എന്നർത്ഥം വരുന്ന യെല്ലേ ഹദ്ദബാറീം എന്ന മേലെഴുത്താണ് നൽകിയിരിക്കുന്നത്.
57-ാമത്തെ ചോദ്യം. ഏത് പേരിൽ നിന്നാണ് ആവർത്തനം എന്ന പരിഭാഷ ഉണ്ടായിരിക്കുന്നത്? ഉത്തരം ഡ്യൂട്ടറോണോമി. 58-ാമത്തെ ചോദ്യം. പഞ്ചഗ്രന്ഥങ്ങളിലെ പ്രധാന പ്രമേയങ്ങൾ? ഉത്തരം വാഗ്ദത്തം, തിരഞ്ഞെടുപ്പ്, ഉടമ്പടി, നിയമങ്ങൾ. 59-ാമത്തെ ചോദ്യം. ഭൂമിയിലെ എല്ലാ മർദ്ദക ചൂഷക സങ്കേതങ്ങൾക്കും എതിരെ നിൽക്കുന്ന ധാർമ്മിക നിയമധാരയായി കണക്കാക്കാവുന്ന ഗ്രന്ഥം? ഉത്തരം പഞ്ചഗ്രന്ഥങ്ങൾ. പാഠം 2. ന്യായം, നീതി, പ്രവചന ഗ്രന്ഥങ്ങളിൽ. 1-ാമത്തെ ചോദ്യം. പ്രവാചക പുസ്തകങ്ങളെ പൊതുവെ എത്ര ഗണമായി തിരിച്ചിരിക്കുന്നു? ഏതൊക്കെ? ഉത്തരം 2. വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ. 2-ാമത്തെ ചോദ്യം. വലിയ പ്രവാചകന്മാർ ആരൊക്കെ? ഉത്തരം യെശയ്യാവ്, ഇരമ്യാവ്, യെഹസ്കേൽ. 3-ാമത്തെ ചോദ്യം. ചെറിയ പ്രവാചകന്മാർ ആരൊക്കെ? ഉത്തരം ഹോശയ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന, മീഖ, നഹൂം, ഹബക്കുക്ക്, സഫന്യാവ്, ഹഗ്ഗായി, സഖര്യാവ്, മലാഖി. 4-ാമത്തെ ചോദ്യം. പ്രവാചകൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന 4 പദങ്ങൾ ഏവ? ഉത്തരം റോയെ, ഹോസേം, ഈഷ ഏലോഹിം, നാബി. 5-ാമത്തെ ചോദ്യം. ഇസ്രായേലിനുള്ള ശിക്ഷാവിധി, വീണ്ടെടുപ്പ്, പ്രത്യാശ എന്നീ ദൈവിക ആലോചനകളാണ് പ്രവചന ഗ്രന്ഥങ്ങളുടെ ആകെ തുക എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം പ്രകാശ് കെ ജോർജ്. 6-ാമത്തെ ചോദ്യം. നീതി എന്നതിന് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദങ്ങൾ ഏതൊക്കെ? ഉത്തരം മിഷ്പാട്ട്, സെദക് അഥവാ സ്ദാക്ക, ഹോഖ് അല്ലെങ്കിൽ ഹുഖ. 7-ാമത്തെ ചോദ്യം. പുതിയ നിയമത്തിൽ നീതി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന യവന പദം ഏത്? ഉത്തരം ഡിക്കായിയോസിനെ. 8-ാമത്തെ ചോദ്യം. രാജാക്കന്മാർ നീതിയും ന്യായവും നടത്താൻ ബാധ്യസ്ഥരാണെന്ന് ചൂണ്ടിക്കാണിച്ച പ്രവാചകൻ? ഉത്തരം ഇരമ്യാവ്. 9-ാമത്തെ ചോദ്യം. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും ഇരുട്ടിനെ വെളിച്ചമെന്നും വെളിച്ചത്തെ ഇരുട്ടെന്നും അയഥാർത്ഥ്യമാക്കും വിധം നേരിന്റെ അളവുമാനങ്ങളെ തകിടം മറിച്ച വ്യവസ്ഥിതിയെക്കുറിച്ച് വ്യക്തമാക്കുന്ന പ്രവാചകൻ? ഉത്തരം യെശയ്യാ പ്രവാചകൻ. 10-ാമത്തെ ചോദ്യം. ദൈവത്തോടും സമൂഹത്തോടുമുള്ള മൗലിക കടപ്പാടിനെ നീതിയുടെ മാനദണ്ഡമായി അവതരിപ്പിക്കുന്ന പ്രവാചകൻ? ഉത്തരം മീഖ. 11-ാമത്തെ ചോദ്യം. ആമോസ്, ഹോശയ, യെശയ്യാവ്, മീഖ എന്നിവർ പ്രവചന ദൗത്യം നിർവഹിച്ച കാലഘട്ടം? ഉത്തരം 8-ാം നൂറ്റാണ്ട്. 12-ാമത്തെ ചോദ്യം. പ്രവചന ദർശനങ്ങളിലെ നീതിബോധം എങ്ങനെയാണ്? ഉത്തരം 1. ജീവിക്കാനും മൗലികമായ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ദൈവം സകലർക്കും നൽകിയിട്ടുള്ളതാണ്. അത് ആർക്കും കൈയടക്കി വയ്ക്കാൻ പാടുള്ളതല്ല. 2. മനുഷ്യാവകാശങ്ങൾ നിലനിർത്തുകയും നീതിയും ന്യായവും എല്ലാവർക്കും ഒരുപോലെ നടത്തിക്കൊടുക്കുകയും ചെയ്യുന്ന ജീവിത രീതിയാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ളത്. 3. അക്രമവും അനീതിയുമില്ലാത്ത സമാധാനവും സന്തുഷ്ടിയും നിറഞ്ഞ ശുഭകരമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ നൽകി. പാഠം 3. ന്യായം, ജ്ഞാനഗ്രന്ഥങ്ങളിൽ. 1-ാമത്തെ ചോദ്യം. ജ്ഞാന കാവ്യ ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ? ഉത്തരം ഇയ്യോബ് മുതൽ ഉത്തമഗീതം വരെയുള്ള പുസ്തകങ്ങൾ. 2-ാമത്തെ ചോദ്യം. ജ്ഞാന സാഹിത്യം എന്ന് വിളിച്ചു വരുന്ന പുസ്തകങ്ങൾ ഏതൊക്കെ? ഉത്തരം സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഇയ്യോബ്. 3-ാമത്തെ ചോദ്യം. ജ്ഞാനകൃതികളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളും സാമൂഹിക ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട കാര്യങ്ങളുമാണ് ജ്ഞാനകൃതികളിലെ പ്രതിപാദ്യ വിഷയം. 4-ാമത്തെ ചോദ്യം.
ജ്ഞാനം എന്നത്? ഉത്തരം സത്യം, ശരി, സത്യസന്ധത, നീതി എന്നിവ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അറിവുമാണ് ജ്ഞാനം. അഞ്ചാമത്തെ ചോദ്യം. സഭാപ്രസംഗി കഷ്ടതകളുടെയും നശ്വരതകളുടെയും ഈ ലോകത്തിൽ സഹജീവിയുടെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ആശ്വാസത്തിന് ഓരോ മനുഷ്യനും നൽകുന്ന സംഭാവനയുടെ അടിസ്ഥാനത്തിലാണ് നീതിയെ ദർശിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം ഡേവിഡ് നോയൽ ഫ്രീഡ്മാൻ. ആറാമത്തെ ചോദ്യം. വേദപുസ്തകത്തിൽ നീതിമാനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു എന്ന് പറയുന്നത് ആരെയാണ്? ഉത്തരം ഇയ്യോബ്. പാഠം 4 ന്യായം സുവിശേഷങ്ങളിൽ. ഒന്നാമത്തെ ചോദ്യം. ന്യായത്തിന്റെ മൂലപദം എന്താണ്? ഉത്തരം മിഷ്പാട്ട്. രണ്ടാമത്തെ ചോദ്യം. ഒരു ന്യായാധിപൻ നീതിയും ന്യായവും നടത്തിക്കൊടുക്കുന്ന കർമ്മത്തെ സൂചിപ്പിക്കുന്ന പദമാണ്? ഉത്തരം മിഷ്പാട്ട്. മൂന്നാമത്തെ ചോദ്യം. പുതിയ നിയമത്തിൽ ന്യായം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ? ഉത്തരം ക്രിമ, ക്രിസിസ്. നാലാമത്തെ ചോദ്യം. പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം? ഉത്തരം ക്രിമ. അഞ്ചാമത്തെ ചോദ്യം. സുവിശേഷങ്ങളിൽ ന്യായം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം? ഉത്തരം ക്രിസിസ്. ആറാമത്തെ ചോദ്യം. മത്തായി സുവിശേഷത്തിൽ ക്രിസിസ് എന്ന പദം എത്ര തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഉത്തരം 11. ഏഴാമത്തെ ചോദ്യം. ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും അധികം വിഷയങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നതും ദൈർഘ്യമേറിയതുമായ ഒരു പ്രസംഗമാണ്? ഉത്തരം പർവ്വത പ്രസംഗം അഥവാ ഗിരിപ്രഭാഷണം. എട്ടാമത്തെ ചോദ്യം. ഗിരിപ്രഭാഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ ഏവ? ഉത്തരം സ്വർഗരാജ്യം, നീതി, ന്യായം. ഒൻപതാമത്തെ ചോദ്യം. മശിഹായുടെ ഭരണം വരുമ്പോൾ നീതിയും ന്യായവും നടപ്പിൽ വരുമെന്ന് പ്രത്യാശിച്ചിരുന്നതാര്? ഉത്തരം യഹൂദന്മാർ. പത്താമത്തെ ചോദ്യം. ആദ്യകാലങ്ങളിൽ യഹൂദന്മാർക്ക് നീതിയും ന്യായവും നടത്തിക്കൊടുത്തിരുന്നത് ന്യായാധിപന്മാരായിരുന്നു. അതിനവർക്ക് മറ്റു പ്രാചീന സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ ധർമാധർമ്മ വിചാര നിയമങ്ങൾ നിലവിലിരുന്നു. ഇവയെ എന്ത് പേരിലാണ് വിളിച്ചിരുന്നത്? ഉത്തരം മിഷ്പാദീം. 11ാമത്തെ ചോദ്യം. മിഷ്പാദീം മലയാളം ബൈബിളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ന്യായങ്ങൾ. 12ാമത്തെ ചോദ്യം. പുരാതന ഇസ്രായേലിന്റെ പ്രാരംഭഘട്ടത്തിൽ നീതി നിർവഹണം നടത്തിയിരുന്നത് ആരാണ്? ഉത്തരം കുടുംബത്തലവന്മാർ. 13ാമത്തെ ചോദ്യം. യഹൂദന്മാരുടെ ഉന്നത നീതിന്യായ കോടതിയായ സന്നദ്രീൻ സംഘത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം മഹാപുരോഹിതൻ. 14ാമത്തെ ചോദ്യം. യഹൂദ വിശ്വാസമനുസരിച്ച് ന്യായം വിധിക്കുവാൻ ദൈവത്തിന്റെ പക്കൽ 2 അളവുകോലുകളുണ്ട്. അവ ഏവ? ഉത്തരം 1 നിയമം അനുസരിച്ച്, 2 കരുണയനുസരിച്ച്. 15ാമത്തെ ചോദ്യം. സുവിശേഷങ്ങളിൽ വെളിപ്പെടുന്ന ന്യായത്തിന്റെ അളവുകോൽ എന്നത് എന്താണ്? ഉത്തരം കരുണയാണ്. പാഠം 5 ന്യായം പൗലോസ്യ ലേഖനങ്ങളിൽ. 1ാമത്തെ ചോദ്യം. ക്രൈസ്തവ ദൈവശാസ്ത്രവും സഭയെയും രൂപവൽക്കരിക്കാനും വികസിപ്പിക്കാനും സമ്പന്നമാക്കാനും സൃഷ്ടിപരമായി പ്രവർത്തിച്ച പ്രഥമ ക്രൈസ്തവ മിഷണറി? ഉത്തരം പൗലോസ്. 2ാമത്തെ ചോദ്യം. പൗലോസിന്റെ വീക്ഷണത്തിൽ ന്യായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം രക്ഷ. 3ാമത്തെ ചോദ്യം. മാനസാന്തരത്തിനു മുൻപ് സകല യഹൂദന്മാരോടുമൊപ്പം പൗലോസും വിശ്വസിച്ചിരുന്നതെന്ത്? ഉത്തരം നിയമം അനുസരിച്ചുള്ള പ്രവൃത്തികളാണ് ന്യായം എന്നും അത്തരം സൽപ്രവൃത്തികൾക്ക് ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണ് നീതീകരണമെന്നും.
നാലാമത്തെ ചോദ്യം. രക്ഷ മനുഷ്യപ്രയത്നം കൊണ്ട് നേടാമെന്ന് വിശ്വസിച്ച് ജീവിതത്തിന്റെ കേന്ദ്രമായി മോശയുടെ ന്യായപ്രമാണത്തെ കണ്ടിരുന്നതാര്? ഉത്തരം പൗലോസ്. അഞ്ചാമത്തെ ചോദ്യം. ന്യായപ്രമാണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഉത്തരം 10 കൽപ്പനകൾ, യാഗാനുഷ്ഠാനങ്ങൾ, ഭോജന നിയമങ്ങൾ, ശുദ്ധീകരണ നിയമങ്ങൾ, സാമൂഹ്യാചാരങ്ങൾ മുതലായവ. ആറാമത്തെ ചോദ്യം. ന്യായപ്രമാണത്താൽ ഒരാളും ദൈവം മുൻപാകെ എന്തു ചെയ്യുന്നില്ല? ഉത്തരം നീതീകരിക്കപ്പെടുന്നില്ല. ഏഴാമത്തെ ചോദ്യം. ന്യായപ്രമാണത്തിന്റെ പൂർത്തി ആര്? ഉത്തരം ക്രിസ്തു. എട്ടാമത്തെ ചോദ്യം. ന്യായപ്രമാണം നൽകപ്പെടുന്നതിനു മുമ്പ് അബ്രഹാം ദൈവത്തിന് സ്വീകാര്യനായതെങ്ങനെ? ഉത്തരം വിശ്വാസത്തിൽ. ഒൻപതാമത്തെ ചോദ്യം. പ്രവാചകന്മാർ മുന്നറിയിച്ചിരുന്ന പുതിയ നിയമം ആരിൽ സ്ഥാപിതമായി എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു? ഉത്തരം യേശുക്രിസ്തുവിൽ. പത്താമത്തെ ചോദ്യം. 1 കൊരിന്ത്യർ 6:7 ക്രീമ എന്ന ഗ്രീക്ക് പദം ഏത് അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു? ഉത്തരം വ്യവഹാരം, ശിക്ഷാവിധി, ശിക്ഷ. 11ാമത്തെ ചോദ്യം. പൗലോസിന്റെ വീക്ഷണത്തിൽ എന്താണ് ന്യായം? ഉത്തരം ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ശുദ്ധീകരണവും നീതീകരണവുമാണ്. 12ാമത്തെ ചോദ്യം. കറ പുരണ്ട തുണി പോലെ അത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ. 13ാമത്തെ ചോദ്യം. നാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം ക്രിസ്തു മൂലം കൃപയാൽ. 14ാമത്തെ ചോദ്യം. ജീവിതത്തിലെ നൈസർഗിക സ്വഭാവമായി നന്മ പ്രവർത്തികൾ ജീവിതത്തിൽ വെളിപ്പെടണം എന്ന് എഫേസ്യ സഭയെ ഉപദേശിക്കുന്നതാര്? ഉത്തരം പൗലോസ്. പാഠം 6. 1ാമത്തെ ചോദ്യം. പൂർവഗോത്രകാലത്തിലെ ന്യായ ചിന്തകൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണ്? ഉത്തരം ദൈവവുമായും പാപവുമായുള്ള ബന്ധത്തിൽ. 2ാമത്തെ ചോദ്യം. പൂർവികർ ദൈവഹിതം ന്യായമെന്നും അതിനോടുള്ള അലംഭാവം എന്തുമാണെന്നും കരുതിയിരുന്നു? ഉത്തരം അനുസരണക്കേടും പാപമെന്നും. 3ാമത്തെ ചോദ്യം. എബ്രായ ഭാഷയിൽ പാപം എന്നതിന് പറയുന്ന 3 പ്രാഥമിക പദങ്ങളേവ? ഉത്തരം ഹത, പെസ, അവോൺ. 4ാമത്തെ ചോദ്യം. ഹത എന്ന വാക്ക് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം ലക്ഷ്യം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ദൈവിക നിലവാരത്തിൽ നിന്ന് വീഴുക. 5ാമത്തെ ചോദ്യം. പെസ എന്ന വാക്ക് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം കലാപം അല്ലെങ്കിൽ അതിക്രമം എന്നിങ്ങനെ അർത്ഥം സൂചിപ്പിക്കുന്നു. ഇതിൽ കലാപം എന്നത് ദൈവിക നിലവാരത്തിനെതിരെയുള്ള കലഹത്തെ കുറിക്കുന്നു. 6ാമത്തെ ചോദ്യം. അധർമ്മം അല്ലെങ്കിൽ കുറ്റബോധം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന വാക്ക്? ഉത്തരം അവോൺ. 7ാമത്തെ ചോദ്യം. അവോൺ എന്ന പദം അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം ദൈവിക നിലവാരം വളച്ചൊടിക്കുക അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വ്യതിയാനം എന്നാണ്. 8ാമത്തെ ചോദ്യം. പാപത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ അടിസ്ഥാന ചിന്തകളാണ് ഹത, പെസ, അവോൺ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചിന്തകൻ ആര്? ഉത്തരം എൽ. റിച്ചാർഡ്സ്. 9ാമത്തെ ചോദ്യം. ആദിമകാലത്തെ ന്യായദർശനങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന വേദഭാഗം? ഉത്തരം ഉൽപ്പത്തി പുസ്തകത്തിലെ 4ാം അധ്യായത്തിലെ കയീന്റെയും ഹാബേലിന്റെയും ജീവിതം. 9ാമത്തെ ചോദ്യം. ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന ഇച്ഛയും മരണത്തിന്റെ വിചിത്രമായ ശക്തിയും മനുഷ്യബന്ധങ്ങളിൽ പ്രവർത്തിക്കുന്നതും സ്ഥിരതയുള്ള കുടുംബത്തിന്റെ അവസ്ഥയിൽ നിന്ന് പരിഹരിക്കപ്പെടാത്ത അന്യവൽക്കരണത്തിലേക്ക് നീങ്ങുന്നതുമായാണ്
4-ാം അധ്യായത്തിന്റെ ആഖ്യാനം നിലകൊള്ളുന്നത് എന്ന് അഭിപ്രായപ്പെട്ട പഴയ നിയമ പണ്ഡിതൻ? ഉത്തരം വാൾട്ടർ ബ്രൂഗമാൻ. 10-ാമത്തെ ചോദ്യം. ഉൽപ്പത്തി 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള ഭാഗത്തിലെ പ്രതിപാദ്യം എന്താണ്? ഉത്തരം പാപത്തിന്റെയും അന്യായത്തിന്റെയും വ്യാപനം മറ്റു രൂപത്തിൽ ഭൂമിയിൽ സംഭവിക്കുന്നതാണ്. 11-ാമത്തെ ചോദ്യം. പരിഗ്രഹിച്ചു എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന എബ്രായ പദം? ഉത്തരം യാദ. 12-ാമത്തെ ചോദ്യം. യാദ എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം? ഉത്തരം അറിയുക. 13-ാമത്തെ ചോദ്യം. കയീന്റെ ജനനത്തിൽ ഹവ്വായുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഉത്തരം യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജയെ ലഭിച്ചു. 14-ാമത്തെ ചോദ്യം. കയീൻ എന്ന പേരിന്റെ മൂലപദത്തിന്റെ അർത്ഥം? ഉത്തരം ലഭിക്കുക, സൃഷ്ടിക്കുക, രൂപപ്പെടുത്തുക. 15-ാമത്തെ ചോദ്യം. ഹാബേൽ എന്ന പേരിന്റെ മൂലപദത്തിന്റെ അർത്ഥം? ഉത്തരം ആവി, ശ്വാസം, ഒന്നുമില്ലായ്മ. 16-ാമത്തെ ചോദ്യം. ഹാബേലിന്റെ വഴിപാടിനോടുള്ള ദൈവത്തിന്റെ മനോഭാവം ദൈവിക തിരഞ്ഞെടുപ്പിന്റെ നിഗൂഢതയെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരൊക്കെ? ഉത്തരം ഫൊൻറാഡ്, ക്ലൗസ് വെർമാൻ. 17-ാമത്തെ ചോദ്യം. നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന ദൈവത്തിന്റെ ചോദ്യത്തെ കയീൻ പ്രതിരോധിക്കുന്നത് എങ്ങനെ? ഉത്തരം ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 18-ാമത്തെ ചോദ്യം. ദൈവം കയീനെ ശിക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം സഹോദര ഹത്യ നടന്ന മണ്ണിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട്. പാഠം 7. വ്യവസ്ഥാപിത ന്യായപാലനത്തിന്റെ ആരംഭം. 1-ാമത്തെ ചോദ്യം. യിത്രോ ആരായിരുന്നു? ഉത്തരം മിദ്യാനിലെ പുരോഹിതനും മോശയുടെ അമ്മായിയപ്പനും. 2-ാമത്തെ ചോദ്യം. ഒരു ഈജിപ്ഷ്യനെ കൊന്നതിനു ശേഷം മോശ ആരെയാണ് അഭയം പ്രാപിക്കുന്നത്? ഉത്തരം യിത്രോയെ. 3-ാമത്തെ ചോദ്യം. പുറപ്പാടിന് ശേഷം മോശയും ഇസ്രായേൽ മക്കളും പാളയമടിച്ച പർവ്വതം? ഉത്തരം സീനായി. 4-ാമത്തെ ചോദ്യം. ആരുടെ ഉപദേശത്തിന്റെ വെളിച്ചത്തിലാണ് ഇസ്രായേൽ സമൂഹത്തിന് ഒരു ആന്തരിക ഭരണഘടന വികസിപ്പിക്കാൻ കഴിഞ്ഞത്? ഉത്തരം യിത്രോ. 5-ാമത്തെ ചോദ്യം. ഇസ്രായേൽ സമൂഹം ആരുടെ നേതൃത്വത്തിലാണ് അധികാര വികേന്ദ്രീകരണ തത്വത്തിൽ അതിന്റെ ഭരണഘടന രൂപീകരിച്ചത്? ഉത്തരം മോശ. 6-ാമത്തെ ചോദ്യം. സ്വദേശി തത്വം ഉറപ്പിച്ചുകൊണ്ട് അധികാര വികേന്ദ്രീകരണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞത് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. പാഠം 8. ന്യായാധിപന്മാർക്ക് ഒരു ആമുഖം. 1-ാമത്തെ ചോദ്യം. ആരാണ് ന്യായാധിപന്മാർ? ഉത്തരം ന്യായപാലനം ചെയ്യുന്നവരാണ് ന്യായാധിപന്മാർ. ദുഷ്ടന്മാരെ ശിക്ഷിച്ചും ശിഷ്ടന്മാരെ രക്ഷിച്ചും നീതി നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ന്യായാധിപന്മാർ. 2-ാമത്തെ ചോദ്യം. എന്താണ് ന്യായപാലനം? ഉത്തരം കുറ്റാരോപണം പരിശോധിച്ച് ആയതിന്റെ നിജസ്ഥിതിയും വേണ്ടതുണ്ടെങ്കിൽ ശിക്ഷയും നിശ്ചയിക്കുന്നതും 2 അതിലധികമോ കക്ഷികൾ തമ്മിലുള്ള വ്യവഹാരങ്ങൾക്ക് നീതിനിഷ്ഠമായ തീർപ്പ് കൽപ്പിക്കുന്നതുമാണ് ന്യായപാലനം. 3-ാമത്തെ ചോദ്യം. ആദ്യകാലത്ത് ന്യായപാലനം നടത്തിയിരുന്നത് ആരൊക്കെ? ഉത്തരം പിതാവ്, കുടുംബനാഥൻ, ഗോത്രത്തലവൻ ഇങ്ങനെയുള്ളവർ. 4-ാമത്തെ ചോദ്യം. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആരായിരുന്നു ന്യായപാലകൻ? ഉത്തരം മോശെ. 5-ാമത്തെ ചോദ്യം. പുതിയ നിയമകാലത്ത് ന്യായപാലനം നടത്തിയിരുന്നത് ആരൊക്കെ? ഉത്തരം പ്രവാസാനന്തരം രൂപപ്പെട്ട ഗ്രാമീണ സംഘങ്ങളും സന്നദ്രീൻ സംഘവും ന്യായപാലനം നടത്തിയതോടൊപ്പം
റോമൻ നീതിന്യായ സമ്പ്രദായവും ഇവയ്ക്ക് സമാന്തരമായി പ്രവർത്തിച്ചിരുന്നു. ആറാമത്തെ ചോദ്യം. എബ്രായ ഭാഷയിൽ ന്യായാധിപന്മാരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം എന്ത്? ഉത്തരം ഷാഫട്ട്. ഏഴാമത്തെ ചോദ്യം. ന്യായം വിധിക്കുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന എബ്രായ മൂലപദങ്ങൾ ഏവ? ഉത്തരം ദിൻ പാലാൽ. എട്ടാമത്തെ ചോദ്യം. ഷാഫാട്ട് എന്ന പദത്തിന്റെ അർത്ഥം? ഉത്തരം ന്യായം വിധിക്കുന്നു, വിദേശ നയതന്ത്രം നടത്തുന്നു, യുദ്ധത്തിൽ നയിക്കുന്നു, ആഭ്യന്തര ഭരണം നടത്തുന്നു, വിധി കൽപ്പിക്കുന്നതിനായി ഭരിക്കുക, പ്രതിയെ ന്യായീകരിക്കുകയോ ശിക്ഷയ്ക്ക് വിധിക്കുകയോ ചെയ്യുക എന്നൊക്കെ അർത്ഥം കൽപ്പിക്കാം. രാജകുമാരൻ എന്നതിന് പര്യായമായും ഭരിക്കുക എന്ന അർത്ഥത്തിലും ഭരണകർത്താവ് എന്ന അർത്ഥത്തിലും ഇത് ഉപയോഗിക്കുന്നു. ഒൻപതാമത്തെ ചോദ്യം. ഷാഫാട്ട് എന്ന പദം വേദപുസ്തകത്തിൽ ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഉൽപ്പത്തി 16-ാം അധ്യായം 5-ാം വാക്യത്തിലാണ്. പത്താമത്തെ ചോദ്യം. ന്യായാധിപന്മാരിൽ ആദ്യത്തെയാൾ? ഉത്തരം ഒത്നിയേൽ. 11ാമത്തെ ചോദ്യം. ന്യായാധിപന്മാരിൽ ഒടുവിലത്തെയാൾ? ഉത്തരം ശമൂവേൽ. 12ാമത്തെ ചോദ്യം. പല പണ്ഡിതരും ഒത്നിയേലിൽ തുടങ്ങി ശിംശോനിൽ അവസാനിക്കുന്ന 12 പേരെ മാത്രമേ ന്യായാധിപന്മാരായി പരിഗണിക്കുന്നുള്ളൂ. അതിന് കാരണം എന്ത്? ഉത്തരം ഇവരുടെ നിർവചനം അനുസരിച്ച് യുദ്ധങ്ങളിൽ നായകനും സമാധാന കാലത്തിൽ ഭരണകർത്താവുമാണ് ന്യായാധിപൻ. 13ാമത്തെ ചോദ്യം. ഏലിയുടെയും ശമൂവേലിന്റെയും ന്യായപാലനം നടന്നത് എപ്പോഴാണ്? ഉത്തരം ന്യായാധിപന്മാരുടെ കാലത്തിനും രാജാക്കന്മാരുടെ കാലത്തിനും മധ്യേ. 13ാമത്തെ ചോദ്യം. ശേഖേം ഉടമ്പടിയോടെ അവസാനിക്കുന്ന പുസ്തകം? ഉത്തരം യോശുവ. 14ാമത്തെ ചോദ്യം. അധികാര സംഘർഷങ്ങളുടെ പുസ്തകമായി കണക്കാക്കാവുന്ന ബൈബിൾ പുസ്തകം? ഉത്തരം ന്യായാധിപന്മാർ. 15ാമത്തെ ചോദ്യം. കിരിയത് സേഫറിനെ കീഴടക്കുന്നവന് മകളെ വിവാഹം ചെയ്തു കൊടുക്കും എന്ന പ്രഖ്യാപനം നടത്തിയത് ആര്? ഉത്തരം കാലേബ്. 16ാമത്തെ ചോദ്യം. ഹെബ്രോന്റെ പഴയ പേരെന്ത്? ഉത്തരം കിരിയത് അർബ. 16ാമത്തെ ചോദ്യം. കിരിയത് അർബ എന്നതിന്റെ അർത്ഥം? ഉത്തരം 4ാമത്തെ നഗരം. 17ാമത്തെ ചോദ്യം. ഹെബ്രോൻ എന്നതിന്റെ അർത്ഥം? ഉത്തരം സൗഹൃദം. 18ാമത്തെ ചോദ്യം. ദബീർ എന്നതിന്റെ പഴയ പേരെന്ത്? ഉത്തരം കിരിയത് സേഫർ. 19ാമത്തെ ചോദ്യം. കിരിയത് സേഫറിന്റെ അർത്ഥം? ഉത്തരം പുസ്തകങ്ങളുടെ നഗരം. 20ാമത്തെ ചോദ്യം. ദബീർ എന്നതിന്റെ അർത്ഥം? ഉത്തരം അരുളപ്പാട്. 21ാമത്തെ ചോദ്യം. ബഥേൽ കീഴടക്കുന്നതിന് യോസേഫ് ഗൃഹം അവലംബിക്കുന്ന മാർഗം? ഉത്തരം കൗശലത്തിലൂടെയും ഉപായത്തിലൂടെയും ലക്ഷ്യം നേടിയെടുക്കുന്ന യാക്കോബിന്റെ മാർഗം. 22ാമത്തെ ചോദ്യം. ഒറ്റുനോക്കി തന്ത്രം മെനയുക എന്ന ശൈലി അവലംബിച്ചിരുന്നതാര്? ഉത്തരം യോസേഫ് ഗൃഹം. 23ാമത്തെ ചോദ്യം. ലൂസ് എന്നതിന്റെ അർത്ഥം? ഉത്തരം വേർതിരിവ്. 24ാമത്തെ ചോദ്യം. പൂർവപിതാവായ യാക്കോബിനുണ്ടായ ദിവ്യ ദർശനത്തിന്റെ സ്മരണയിൽ ബേഥേൽ എന്ന് നാമകരണം ചെയ്യപ്പെട്ട പട്ടണം? ഉത്തരം ലൂസ്. പാഠം 9. ഒത്നിയേൽ. 1ാമത്തെ ചോദ്യം. ഒത്നിയേൽ എന്ന പേരിന്റെ അർത്ഥം? ഉത്തരം ദൈവം എന്റെ സംരക്ഷണം. 2ാമത്തെ ചോദ്യം. ഒത്നിയേൽ ആരുടെ മകനായിരുന്നു? ഉത്തരം കാലേബിന്റെ അനുജനായ കെനസിന്റെ. 3ാമത്തെ ചോദ്യം. 1 ദിനവൃത്താന്തം 26:7 പറഞ്ഞിരിക്കുന്ന ശെമയ്യായുടെ മകൻ? ഉത്തരം ഒത്നി. 4ാമത്തെ ചോദ്യം. ഒത്നിയേൽ ഉണ്ടായത് ഏതൊക്കെ പദങ്ങൾ ചേർന്നാണ്? ഉത്തരം ഒത്നി ഏൽ.
അഞ്ചാമത്തെ ചോദ്യം. ഏതൊരു ദൈവത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പൊതുപദമാണ്? ഉത്തരം ഏൽ എന്നത്. ആറാമത്തെ ചോദ്യം. സങ്കീർത്തനങ്ങളിൽ ഏൽ എന്ന പദം എത്ര തവണ ഉപയോഗിക്കുന്നുണ്ട്? ഉത്തരം 73. ഏഴാമത്തെ ചോദ്യം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഏൽ എന്ന പദം എത്ര തവണ ഉപയോഗിക്കുന്നുണ്ട്? ഉത്തരം 55. എട്ടാമത്തെ ചോദ്യം. യഹൂദ മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം? ഉത്തരം തനാഖ്. ഒൻപതാമത്തെ ചോദ്യം. തനാഖ് എന്ന വാക്ക് അതിന്റെ ഏതൊക്കെ 3 ഭാഗങ്ങളുടെ ചുരുക്കപ്പേരാണ്? ഉത്തരം തോറ, നെവിയും, കെതുവീം. പത്താമത്തെ ചോദ്യം. പരമോന്നത ദൈവത്തെ അർത്ഥമാക്കാൻ ഉപയോഗിക്കുന്ന പേരുകൾ? ഉത്തരം ഏൽ, ഏലോഹിം. 11ാമത്തെ ചോദ്യം. ഏൽ, ഏലോഹിം എന്നീ പേരുകൾ ഏകവചനത്തിൽ ഉപയോഗിക്കുമ്പോൾ എന്ത് അർത്ഥമാക്കാൻ ഉപയോഗിക്കുന്നു? ഉത്തരം പരമോന്നത ദൈവത്തെ. 12ാമത്തെ ചോദ്യം. ഏൽ ഷദ്ദായി അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം സർവശക്തിയുള്ള ദൈവം. 13ാമത്തെ ചോദ്യം. മൽക്കീസേദക് ആരാണ്? ഉത്തരം ശാലേമിലെ രാജാവും അതിന്റെ ദേവതയായ ഏൽ ഏലിയോന്റെ പ്രധാന പുരോഹിതനുമായിരുന്നു. 14ാമത്തെ ചോദ്യം. മൽക്കീസേദക് അനുഗ്രഹിച്ചപ്പോൾ അബ്രഹാം ആരുടെ അനുഗ്രഹമാണ് സ്വീകരിച്ചത്? ഉത്തരം ഏലിന്റെ. 15ാമത്തെ ചോദ്യം. എബ്രായ വേദപുസ്തകത്തിന്റെ ഭൂരിഭാഗത്തിലും ഏൽ എന്ന പേര് യഹോവയുടെ ഒരു ബദൽ നാമമാണ് എന്ന് വാദിച്ചത് ആര്? ഉത്തരം മാർക്ക് സ്മിത്ത്. 16ാമത്തെ ചോദ്യം. ഇസ്രായേലിന്റെ ആദ്യത്തെ ന്യായാധിപൻ ആരാണ്? ഉത്തരം ഒത്നിയേൽ. 17ാമത്തെ ചോദ്യം. ഒത്നിയേലിന്റെ ദൗത്യം എന്തായിരുന്നു? ഉത്തരം ബാലുകളെയും അശേര പ്രതിഷ്ഠകളെയും ആരാധിക്കുന്നതായിരുന്നു ഇസ്രായേല്യരുടെ ഏറ്റവും വലിയ തിന്മ. ആ തിന്മ കാരണം ദൈവകോപത്തിന് ഇരയായ ഇസ്രായേൽ ജനത്തെ പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു ഒത്നിയേലിന്റെ ദൗത്യം. 18ാമത്തെ ചോദ്യം. കനാന്യരുടെ ഫലഭൂയിഷ്ഠതയുടെ ദേവത? ഉത്തരം അശേരാദേവി. 19. അശേരാദേവിയുടെ പേരിന്റെ അർത്ഥം? ഉത്തരം സമ്പന്നമാക്കുന്നവൾ. 20ാമത്തെ ചോദ്യം. ബൈബിളിൽ അശേര എന്നത് എന്താണ്? ഉത്തരം ഒരു പുറജാതി ഫലസമൃദ്ധിയുടെ ദേവതയുടെ ഹീബ്രു നാമവും അവൾക്കായി സമർപ്പിച്ചിരിക്കുന്ന തടിയിൽ നിർമ്മിച്ച ആരാധനാ വസ്തുവുമാണ്. ബൈബിളിലെ അശേര മിക്കവാറും മനുഷ്യ കൈകളാൽ നിർമ്മിച്ചതും ഫലസമൃദ്ധി ദേവതയുടെ ബഹുമാനാർത്ഥം സ്ഥാപിച്ചതുമായ ഒരു വിശുദ്ധ സ്തംഭത്തെ സൂചിപ്പിക്കുന്നു. 21ാമത്തെ ചോദ്യം. അശേര എന്ന പദം പഴയ നിയമത്തിൽ എത്ര തവണ പ്രത്യക്ഷപ്പെടുന്നു? ഉത്തരം 40. 22ാമത്തെ ചോദ്യം. ഫലഭൂയിഷ്ഠതയുടെയും സൂര്യന്റെയും കൊടുങ്കാറ്റിന്റെയും പരമോന്നത കനാന്യദേവനായ ബാലിന്റെ അമ്മ? ഉത്തരം കനാന്യരുടെ ഫലസമൃദ്ധിയുടെ ദേവതയായ അശേര അഥവാ അസ്തോരത്ത്. 23ാമത്തെ ചോദ്യം. ബൈബിൾ കാലങ്ങളിൽ അശേര ആരാധന വ്യാപകമായിരുന്ന സ്ഥലങ്ങൾ? ഉത്തരം സിറിയ, ഫിനീഷ്യ, കനാൻ. 24ാമത്തെ ചോദ്യം. യോശുവയുടെ പുസ്തകം 15ാം അധ്യായത്തിലെ പ്രമേയം എന്ത്? ഉത്തരം യഹൂദയുടെ അവകാശ ഭൂമിയുടെ അതിരുകൾ, കിര്യത്ത് സേഫർ പിടിച്ചടക്കിയ ഒത്നിയേൽ, യഹൂദയുടെ അവകാശ പട്ടണങ്ങൾ. 25ാമത്തെ ചോദ്യം. യഹൂദയുടെ അവകാശ ഭൂമിയെ ഭൂമിശാസ്ത്രപരമായി 4 പ്രദേശങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? ഉത്തരം തെക്കേ അറ്റത്തുള്ള പട്ടണങ്ങൾ, പടിഞ്ഞാറേ മലമ്പ്രദേശങ്ങൾ, മലനാട്, ചാവുകടലിലേക്ക് ചരിഞ്ഞുകിടക്കുന്ന യഹൂദ മരുഭൂമി. 26ാമത്തെ ചോദ്യം. യോശുവയിൽ നിന്നും അവകാശ ഭൂമിയായി കാലേബ് ചോദിച്ചു വാങ്ങിയ പട്ടണം? ഉത്തരം ഹെബ്രോൻ പട്ടണം. 27ാമത്തെ ചോദ്യം. ഹെബ്രോൻ പട്ടണം ആരുടെ സ്വന്തം ദേശമായിരുന്നു?
ഉത്തരം അനാക്യരുടെ അപ്പനായ അർബയുടെ. 28ാമത്തെ ചോദ്യം. അനാക്കിന്റെ പുത്രന്മാർ ആരൊക്കെ? ഉത്തരം ശേഷായി, അഹീമാൻ, തൽമായി. 29ാമത്തെ ചോദ്യം. കിരിയത് സേഫർ കീഴടക്കുന്നവന് സ്വപുത്രിയായ അക്സയെ വിവാഹം ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞത് ആര്? ഉത്തരം കാലേബ്. 30ാമത്തെ ചോദ്യം. ഒത്നിയേലിന്റെ ഭാര്യയുടെ പേര്? ഉത്തരം അക്സ. 31ാമത്തെ ചോദ്യം. അക്സ എന്ന പദം ഏത് എബ്രായ പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്? ഉത്തരം ഇക്കോസ്. 32ാമത്തെ ചോദ്യം. അക്സ എന്ന പദത്തിന്റെ അർത്ഥം? ഉത്തരം പാദസരം അഥവാ വള. 33ാമത്തെ ചോദ്യം. മനുഷ്യ സംസ്കാരത്തിന്റെ നിലനിൽപ്പ് ജലസ്രോതസ്സുകളുമായുള്ള സംസർഗത്തിലാണെന്നും ചതുപ്പ് നിലങ്ങളെയും നീരുറവകളെയും സംരക്ഷിക്കുന്ന മൂല്യബോധത്തിന് ഉടമയാണ് അക്സയെന്നും ഒത്നിയേലിന് ഉത്തമയായ പത്നിയെയാണ് ലഭ്യമായത് എന്നും വാദിച്ചതാര്? ഉത്തരം ആർ ക്ലെയിൻ. 34ാമത്തെ ചോദ്യം. കൂശൻ രിഷാഥയീം ആരാണ്? ഉത്തരം മെസൊപ്പൊത്തേമിയയിലെ രാജാവ്. 35ാമത്തെ ചോദ്യം. ഇസ്രായേല്യരെ യഹോവ എത്ര വർഷം കൂശൻ രിഷാഥയീമിന്റെ കയ്യിൽ ഏൽപ്പിച്ചു? ഉത്തരം 8 വർഷം. 36ാമത്തെ ചോദ്യം. ഒത്നിയേൽ എത്ര വർഷം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു? ഉത്തരം 40. പാഠം 10 ഏഹൂദ്. 1ാമത്തെ ചോദ്യം. ഇസ്രായേലിലെ 2ാമത്തെ ന്യായാധിപൻ? ഉത്തരം ഏഹൂദ്. 2ാമത്തെ ചോദ്യം. ഇടം കയ്യനായ ന്യായാധിപൻ? ഉത്തരം ഏഹൂദ്. 3ാമത്തെ ചോദ്യം. ആരുടെയൊക്കെ സഹായത്തോടെയാണ് യെരിഹോ നഗരം പിടിച്ചടക്കാൻ മോവാബ്യ രാജാവായ എഗ്ലോനെ യഹോവ ബലപ്പെടുത്തിയത്? ഉത്തരം അമ്മോന്യരുടെയും അമാലേക്യരുടെയും. 4ാമത്തെ ചോദ്യം. ഇസ്രായേൽ എത്ര വർഷം എഗ്ലോന് കപ്പം കൊടുത്തു? ഉത്തരം 18 വർഷം. 5ാമത്തെ ചോദ്യം. ഏഹൂദ് അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം ഇസ്രായേലിനെ മോവാബിന്റെ അധീനതയിൽ നിന്നും സ്വതന്ത്രരാക്കിയ ബെന്യാമിൻ ഗോത്രത്തിലെ വീരനായാണ്. 6ാമത്തെ ചോദ്യം. ഇസ്രായേൽ എഗ്ലോന് കപ്പം കൊടുത്തു വന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം യോർദാൻ നദിയുടെ പടിഞ്ഞാറ് ബെന്യാമിൻ അധിനിവേശം ചെയ്ത പ്രദേശം മോവാബ് രാജാവായ എഗ്ലോൻ തന്റെ ആധിപത്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതിനാൽ. 7ാമത്തെ ചോദ്യം. ഗേറയുടെ മകൻ? ഉത്തരം ഏഹൂദ്. 8ാമത്തെ ചോദ്യം. വാൾ, കഠാരി മുതലായ ആയുധങ്ങൾ പടയാളികൾ ഏതു വശത്താണ് ബന്ധിക്കാറുള്ളത്? ഉത്തരം ഇടതുവശത്ത്. 9ാമത്തെ ചോദ്യം. വിജയം നേടിയ ഏഹൂദ് ഏത് പർവ്വതത്തിൽ ചെന്നാണ് കാഹളമൂതിയത്? ഉത്തരം എഫ്രയീം. 10ാമത്തെ ചോദ്യം. കാഹളമൂതുന്നത് ആരുടെ അധികാരത്തിന്റെ ചിഹ്നമാണ്? ഉത്തരം യഹോവയുടെ. 11ാമത്തെ ചോദ്യം. ബെന്യാമിൻ എന്ന പദത്തിന്റെ ആക്ഷരിക അർത്ഥം എന്ത്? ഉത്തരം വലം കയ്യന്റെ മകൻ. 12ാമത്തെ ചോദ്യം. ഇടം കയ്യൻ എന്നതിനുപയോഗിച്ചിരിക്കുന്ന പ്രയോഗത്തിന്റെ ആക്ഷരിക അർത്ഥം? ഉത്തരം വലം കൈയിൽ വൈകല്യമുള്ളവൻ. 13ാമത്തെ ചോദ്യം. വലം കയ്യന്റെ മകൻ ഗേറയുടെ മകനായ ഏഹൂദ് എന്ന വലം കൈയിൽ വൈകല്യമുള്ള മനുഷ്യൻ എന്ന് വിവർത്തനം ചെയ്ത പണ്ഡിതൻ ആര്? ഉത്തരം സോഗിൻ. 14ാമത്തെ ചോദ്യം. ഏഹൂദ് എന്ന വാക്ക് ഏത് മൂലപദത്തിൽ നിന്നും ഉണ്ടായതാണ്? ഉത്തരം മജസ്റ്റി എന്ന അർത്ഥമുള്ള വീഹറ എന്ന മൂലപദത്തിൽ നിന്നും. 15ാമത്തെ ചോദ്യം. അംഗവൈകല്യമുള്ളവരോട് അനുഭാവമുള്ളതും അവരെ അന്യവൽക്കരിക്കുന്നതുമായ ചിന്താഗതികളെ പുനർവ്യാഖ്യാനം ചെയ്ത് അംഗവൈകല്യമുള്ളവരോടുള്ള അനുകൂല മനോഭാവം രൂപപ്പെടുത്തണമെന്ന് അഭിപ്രായപ്പെട്ട കൊറിയൻ ദൈവശാസ്ത്രജ്ഞൻ? ഉത്തരം ഡോക്ടർ ചിയാൻ ഹ.
16-ാമത്തെ ചോദ്യം. എഗ്ലോനെ സ്ഥൂലിച്ചവനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ത്? ഉത്തരം അവന്റെ ക്ഷമതാക്കുറവിനെയും ഭാവനാ ദൗർലഭ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. 17-ാമത്തെ ചോദ്യം. ഗിൽഗാൽ വരെ വന്നിട്ട് ഏഹൂദ് രാജസന്നിധിയിൽ മടങ്ങി ചെല്ലുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം? ഉത്തരം ഗിൽഗാൽ ഉടമ്പടി പുതുക്കുന്ന സ്ഥലമാണ് എന്നത്. 18-ാമത്തെ ചോദ്യം. എഗ്ലോന് ഗ്രീഷ്മഗൃഹം ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് എന്ത്? ഉത്തരം എഗ്ലോന്റെ ഗ്രീഷ്മഗൃഹം അവന്റെ ആഡംബരത്തെയും സുരക്ഷിതത്വ ബോധത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.